മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ. നാട്ടുകാരും സ്കൂബ ടീമും അഗ്നിരക്ഷാസേനയും പോലീസും ഒത്തൊരുമിച്ച് കുഞ്ഞുകല്യാണിക്കായി പുഴയിലിറങ്ങി. എന്നാൽ പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമാക്കി പുഴയുടെ ആഴങ്ങളിൽ നിന്നും കണ്ടെത്തിയത് കല്യാണിയുടെ വിറങ്ങലിച്ച ശരീരം. അമ്മയുടെ നെഞ്ചോട് ചേർന്ന് അങ്കണവാടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവർ കരുതിയിരുന്നില്ല അമ്മ കൊണ്ടുപോകുന്നത് കൊലപ്പെടുത്താനായിരുന്നുവെന്ന്. തിരുവാങ്കുളത്തെ അങ്കണവാടിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം കല്യാണി ഇറങ്ങിയത് വൈകിട്ട് 3:15. കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെന്ന് അങ്കണവാടി ടീച്ചർ. സാധാരണ പോലെ തന്നെ വന്ന് എന്നുവെച്ചാൽ വന്ന സമയത്ത് കൊച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ച് തീരുന്നത് വരെയും അവിടെ ഇരുന്ന് കൈ മുഖമൊക്കെ കഴിച്ച് 3:30 കൂടിയാണ് അങ്കൻവാടിയിൽ നിന്ന് പോയത്. അപ്പം നമുക്ക് അങ്ങനെ സംശയങ്ങളോ കാര്യങ്ങളൊന്നും തോന്നത്തക്ക രീതിയിലൊന്നും അമ്മയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. അമ്മ നല്ല ചിരിച്ച മുഖത്തോട് തന്നെയാണ് വന്നതും തിരിച്ചു പോയതും. കുട്ടിയെ ഉപേക്ഷിച്ച് കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയ അമ്മ വീട്ടുകാർ ചോദിച്ചപ്പോൾ കുട്ടിയെ കാണാനില്ല എന്ന് മൊഴി. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിയെ കാണാതായെന്ന് ആദ്യം പോലീസിനോട് പറഞ്ഞ അമ്മ ഉപേക്ഷിച്ചതാണെന്ന് പിന്നീട് മൊഴി നൽകി. വൈകിട്ട് 7 മണിവരെ കുട്ടി അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി മൂഴിക്കുളത്ത് കുട്ടിയെയും കുട്ടി ബസ്സിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 7:30 മൂഴിക്കുളത്ത് നിന്ന് ഓട്ടോ വിളിച്ച് കുറുമശ്ശേരിയിലേക്ക് പോകുമ്പോൾ ഒപ്പം കുട്ടി ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥിരീകരിച്ചു. സ്ത്രീയെ എവിടുന്നാണ് ഓട്ടോ കയറ്റിയത്? കുറുമശ്ശേരി. ഇവര് എങ്ങനെയായിരുന്നു? കുട്ടിയോടൊപ്പം തന്നെയായിരുന്നു? കുട്ടി ഉണ്ടായില്ല, ആള് ഒറ്റയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞെന്ന് അമ്മ പറഞ്ഞതായി ബന്ധു. മുൻപ് 2 തവണ കല്യാണിയെയും സഹോദരനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ഭർത്തൃ വീട്ടുകാർ. വീട്ടിൽ കുറെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് അവള് മാനസിക സംഘർഷത്തിലാണ്. ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണോ? അതാണ് പറയുന്നത്. അവള് ഇപ്പൊ ഇവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്കെറിഞ്ഞുവെന്ന അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യാപക തിരച്ചിൽ. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവെടിയാതെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും സ്കൂബ ടീമും തിരച്ചിൽ തുടർന്നു. കനത്ത മഴയും വെളിച്ചക്കുറവും തിരച്ചിലിന് വെല്ലുവിളിയായി. പുലർച്ചെ 2:20 പുഴയുടെ മധ്യഭാഗത്ത് നിന്ന് സ്കൂബ ടീം കുട്ടിയെ കണ്ടെത്തി. പുഴയുടെ അടിത്തട്ടിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും.